കേരളത്തിലെ ഏതാണ്ട് എല്ലാ പാൽ സംസ്കരണ കേന്ദ്രങ്ങളും പാലിനായി തമിഴ്നാട് പോലുള്ള അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ സമീപ പ്രദേശങ്ങളിലെയും സ്വന്തം ഫാമിലെയും മാത്രം സംഭരിച്ച് വിതരണം ചെയ്യുക എന്ന ഉത്തരവാദിത്തമാണ് മിൽഗ്രാമിനുള്ളത്. തമിഴ്നാട്ടിൽ സംഭരിച്ച പാല് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ 2-3 ദിവസം വരെ കാലതാമസമെടുക്കും. അത്തരം സാഹചര്യങ്ങളിൽ പാല് കേടായി പോകാതിരിക്കുവാൻ വേണ്ടി അതിൽ ചെറിയ മാത്രയിൽ രാസവസ്തുക്കൾ ചേർക്കുകയാണ് പതിവ്. പാല് അതിൻ്റെ സ്വാഭാവിക ഗുണം ചെയ്യില്ലെന്ന് മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിനെ വിപരീത രീതിയിൽ ബാധിക്കുകയും ചെയ്യും. മിൽഗ്രാമിലെ പാല് കറന്നെടുത്ത് അരമണിക്കൂറിനുള്ളിൽ തന്നെ പാക്ക് ചെയ്യപ്പെട്ട് വിപണിയിലെത്തുന്നതിനാൽ ഏറ്റവും പരിശുദ്ധമായി തന്നെ ഉപഭോക്താവിന് ലഭ്യമാകുന്നുവെന്ന് കോര ജോൺ പറയുന്നു. മിൽഗ്രാമിൻ്റെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പാലുകൾ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ മിൽഗ്രാമിൽ എത്തി ആ പാല് പാസ്ചറൈസ് ചെയ്ത് മിക്കവാറും അന്ന് തന്നെ അത് വിപണനം ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് തീർത്തും തനിമയാർന്ന ശുദ്ധമായ ഫ്രഷ് പാല് മിൽഗ്രാമിന് വിപണനം ചെയ്യാൻ കഴിയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. കൊച്ചു കുഞ്ഞുങ്ങൾക്കും രോഗികൾക്കും എല്ലാം തീർത്തും പരിശുദ്ധമായ, ഒരു മാലിന്യവുമില്ലാത്ത, മായം ചേർക്കാത്ത ഫ്രഷായിട്ടുള്ള പാല് ആർക്കും എത്തിച്ചു കൊടുക്കാൻ മിൽഗ്രാമിന് കഴിയുന്നുണ്ട്. ഈ മേന്മയാവണം മിൽഗ്രാമിന് സ്ഥിരം ഉപഭോക്താക്കളെ നിലനിർത്തുവാൻ സഹായകമാവുന്നത്. വിപണിയിലെ മാത്സര്യങ്ങൾ മിൽഗ്രാമിനെ കാര്യമായി ബാധിക്കുന്നില്ല എന്ന് തന്നെ വേണം പറയുവാൻ. പ്രതിദിനം 10,000 ലിറ്റർ പാലാണ് ഇവിടെ നിന്ന് ഉപഭോക്താക്കളെ തേടിയെത്തുന്നത്. പാലിന്റെ ലഭ്യത കൂട്ടിയെടുക്കുക എന്ന തീവ്രയജ്ഞത്തിലാണ് മിൽഗ്രാം ഇപ്പോൾ. തന്റെ കൺമുമ്പിൽ കണ്ടറിഞ്ഞ വിശുദ്ധതയെ മാത്രമേ കമ്പോളത്തിലെത്തിക്കൂ എന്ന കോരയുടെ നിർബന്ധ ബുദ്ധിക്കാണ് നമ്മൾ 100 മാർക്കിടേണ്ടത്. ഇവിടെയുള്ളത് ഒരു മാതൃകാ കാലിത്തൊഴുത്താണ്. 200-ലധികം ലക്ഷണമൊത്ത പശുക്കളാണ് ഈ മദർ ഫാമിലുള്ളത്. അതിനു പുറമെ ചെറിയ തോതിൽ ഒരു എരുമ വളർത്തൽ കേന്ദ്രവും നടത്തിപ്പോരുന്നുണ്ട്. യൂറോപ്പിലെ പാലുൽപാദനത്തിൻ്റെ ആകെ കണക്കെടുത്താൽ അവിടുത്തെ പശുക്കൾ ഒരു കറവക്കാലം നൽകുന്ന പാല് ശരാശരി 12,000 ലിറ്ററാണ്. എന്നാൽ കേരളത്തിലെ പശുക്കൾ തരുന്നതോ വെറും 1,200 ലിറ്റർ മാത്രവും. ഇത് ഭീമമായ വ്യത്യാസമാണ്. നമ്മുടെ ക്ഷീര കർഷകർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാത്ത പശുക്കളാണ് അവരുടെ ശാപമെന്ന് കോര പറയുന്നു. മിൽഗ്രാമിൽ 6,000 ലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുക്കളുണ്ട്. അത് വലിയൊരു വിജയം തന്നെയെന്ന് സമ്മതിക്കാതെ വയ്യ. ലോകത്തിലെ തന്നെ ഏറ്റവുമധികം പാലുൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റൺ ഫ്രിഷർ ഇനത്തിൽപ്പെട്ട പശുക്കൾ ഇവിടെയുണ്ട്. കൂടാതെ മറ്റു കർഷകർക്കും ഈ പശുക്കളെ വിതരണം ചെയ്തു വരുന്നു. നമ്മുടെ സാധാരണ പാവപ്പെട്ട പല കർഷകർക്കും വളർത്താൻ വളരെ താല്പര്യമുണ്ട്. അത്യാവശ്യം ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആവശ്യത്തിനുള്ള പണമില്ല. അതിപ്പോൾ മിൽഗ്രാമും ബാങ്ക് ഓഫ് ഇന്ത്യയും കർഷകനുമായിട്ടുള്ള ഒരു ട്രൈപാർട്ടിയേറ്റ് എഗ്രിമെൻറ്റിൽ ഇതിൻ്റെ പ്രവർത്തനം കൊടുത്തു. ഏതാണ്ട് 100-700 കർഷകർക്ക് ഇതിൻ്റെ ഗുണങ്ങൾ കിട്ടി. മിൽഗ്രാമിലെ എരുമകൾ ഗുജറാത്തിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ടവയാണ്. സൂപ്പി, മുറ എന്നീ ഇനങ്ങളുടെ സങ്കര തലമുറയായ മെഗാസാന എന്ന കൂടുതൽ പാലുൽപാദന ശേഷിയുള്ള എരുമകളാണിവ. എരുമപ്പാൽ മലയാളിയുടെ ഭക്ഷണ സാന്നിധ്യങ്ങളിൽ അധികം ഇടം നേടാത്ത ഒന്നാണ്. എന്നാൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് അങ്ങേയറ്റം ഗുണകരമാണെന്നാണ് കോര അഭിപ്രായപ്പെടുന്നത്. പ്രതിദിനം ശരാശരി 20 ലിറ്റർ വീതമാണ് ഈ എരുമകളുടെ പാലുൽപാദനശേഷി. അധികകാലം നീണ്ടുനിൽക്കുന്ന കറവയും കർഷകന് താങ്ങാവുന്നു. എരുമകളിൽ താരതമ്യേന രോഗബാധയും കുറവാണ്. മനുഷ്യനോടുള്ള ഇവയുടെ അടുപ്പം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അനുസരണാശീലവും ഇവയുടെ പ്രധാന സ്വഭാവ സവിശേഷതകളിൽപ്പെടും. തീറ്റയുടെ കാര്യത്തിലും എരുമകൾക്ക് പശുക്കളുടെയത്ര നിഷ്കർഷതയൊന്നുമില്ല. പശുക്കൾ കഴിക്കാത്ത പുല്ലിനും തീറ്റയ്ക്കും നേരെ ഇവ മുഖം തിരിഞ്ഞു നിൽക്കാറില്ല. കറവയില്ലാത്ത സമയങ്ങളിൽ പോലും അതുകൊണ്ട് തന്നെ തീറ്റി പോറ്റുവാൻ ബുദ്ധിമുട്ടില്ല. മദർ ഫാമിൻ്റെയും ഫ്രാഞ്ചൈസികളിലെയും കന്നുകാലികളുടെ ആരോഗ്യ പരിചരണത്തിനായി
ഒരു സമാന്തര വെറ്റിനറി ആശുപത്രിയും മിൽഗ്രാമിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഡോക്ടർ മുരളീധരന്റെ നേതൃത്വത്തിലുള്ള 4 അംഗ ഭിഷഗ്വരന്മാരാണ് ഇവിടെ അഹോരാത്രം ജോലിയെടുക്കുന്നത്. മിൽഗ്രാമിലെയും ഫ്രാഞ്ചൈസി ഫാമുകളിലെയും കാലികൾക്ക് ഏതു സമയത്തും ചികിത്സയും രോഗപ്രതിരോധ രക്ഷയും കൊടുക്കുവാൻ സദാ കർമ്മനിരതരാണ് ഈ ഡോക്ടർമാർ. കർഷകർക്ക് ഇത് അങ്ങേയറ്റം ഗുണം ചെയ്യുന്നു. മറ്റേത് ആശുപത്രികളെക്കാളുമധികം കാര്യക്ഷമമായ ഉപകരണങ്ങൾ ഈ വെറ്റിനറി വിങ്ങിലുണ്ട്. ശസ്ത്രക്രിയാ വിഭാഗവും തീർത്തും സുസജ്ജമാണ്. ഇതിനൊപ്പം പശുക്കളുടെ പ്രജനന രംഗത്തും അങ്ങേയറ്റം ശ്രദ്ധ വയ്ക്കുന്ന ഈ ആരോഗ്യ കേന്ദ്രം മുന്തിയതരം പശുക്കുട്ടികളെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടതെല്ലാം ചെയ്തു പോരുന്നു. മികച്ച ഇനം കന്നുകുട്ടികൾക്കായുള്ള മലയാളി കർഷകന്റെ നെട്ടോട്ടത്തിന് ഇവിടെ തന്നെ മറുപടി കൊടുക്കുവാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡോക്ടർ മുരളീധരൻ. പശുക്കളെ എപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാലും അന്യ സംസ്ഥാനത്ത് പോയി പശുക്കളെ വാങ്ങിച്ചു കൊണ്ടുവരിക, കറവ കഴിയുന്ന സമയത്ത് ചെന പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും അതിനെ വിറ്റ് വേറെ പശുക്കളെ പുതിയതായി വാങ്ങിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു രീതി കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ ജാസ്തി കാണാനുണ്ട്. പക്ഷേ അത് നല്ലൊരു പ്രവണതയല്ല. കേരളത്തിലെ കൃഷിക്കാർ കന്നുകുട്ടികളെ വളർത്തി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പാലുൽപാദനം ഇവിടെ കൂട്ടാനുള്ള ശ്രമമാണ് വേണ്ടത്. അതാണ് ശാശ്വതമായ പരിഹാരം. ഇപ്പോൾ ഈ മിൽഗ്രാമിൽ തന്നെ ഇവിടുന്ന് ഉണ്ടാകുന്ന കന്നുകുട്ടികളെ ഇവിടെ തന്നെ വളർത്തി ഇവിടുന്ന് തന്നെ അതിൻ്റെ പാല് കറന്ന് ഇവിടെ തന്നെ അതിൻ്റെ ഉൽപ്പാദനം രണ്ടും ഇവിടെ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെയുള്ളത്. ഈ രീതി നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരെ അവലംബിച്ചില്ലെങ്കിൽ അന്യ സംസ്ഥാനക്കാർ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന ലോണിൻ്റെ ഫെസിലിറ്റി അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ വളരെ സുഗമമായ രീതിയിൽ നമ്മുടെ കൃഷിക്കാരിൽ നിന്ന് അത് വസൂലാക്കി കൊണ്ടുപോകും. കഴിഞ്ഞ വർഷം കുളമ്പ് രോഗം മാരകമായി പടർന്നു പിടിച്ച സമയത്ത് പോലും ഈ ഗ്രാമത്തിലെ പശുക്കളെ തീവ്രശ്രമത്തിലൂടെ രക്ഷിച്ചെടുക്കുവാൻ കഴിഞ്ഞു. അങ്ങേയറ്റം പ്രകീർത്തിക്കപ്പെട്ട ഈ ശ്രമം ഒരു പ്രദേശത്തിൻ്റെ തന്നെ ആരോഗ്യത്തെയാണ് എടുത്തു കാണിച്ചത്. ഒരു ദിവസം 10-18 മണിക്കൂർ വർക്ക് ചെയ്ത് ഈ പ്രദേശത്തെ എല്ലാ പശുക്കളെയും വാക്സിനേറ്റ് ചെയ്ത് ഈ പ്രദേശം ഒരു ഡിസീസ് ഫ്രീ സോണാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഒരു കുളമ്പ് രോഗം പോലും മിൽഗ്രാമിലെ ഒരു പശുക്കൾക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സമീപ പ്രദേശത്തുള്ള പശുക്കൾക്കോ ഉണ്ടാകാതെ അതിനെ പരിരക്ഷിക്കുക ഉണ്ടായി. തീർച്ചയായിട്ടും പല വിദഗ്ധരും ഞങ്ങളെ ആ കാര്യത്തിൽ പ്രകീർത്തിക്കുക വരെ ഉണ്ടായി. ഈ അടുത്ത കാലത്തുള്ള ഫുട്ട് ആൻഡ് മൗത്ത് വാക്സിനേഷൻ ഒരുപാട് പരാതികളും മാധ്യമങ്ങളും ഒക്കെ പരാതി പറഞ്ഞ ഈ കാലഘട്ടത്തിൽ പോലും 100% ഒരു ഡിസീസ് ഫ്രീ സോണായിട്ട് ഞങ്ങൾ ഇതിനെ കൊണ്ടുപോവാണ്.